എൻ്റെ മോൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മോൾ എവിടെ ഉണ്ടെങ്കിലും എന്നെ ഒന്ന് അറിയിക്കാൻ എനിക്ക് വളരെ സഹായമായിരിക്കും. കാരണം വേറെ കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ അറിയിച്ചാലും മതി സാറേ. കാരണം എൻ്റെ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് ഒരു സ്റ്റേഷൻ മുഖേന ഒന്ന് അറിയിച്ചാലും മതി. കാരണം കുഞ്ഞ് അവളെ കൂടെ അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ അത്രയും സൈഡിൽ അവനൊരു ഞാൻ കൂടുതൽ കൊച്ചിനെ സ്നേഹിക്കുന്ന അവർക്ക് ഇഷ്ടം എന്നെ കൈ വയ്ക്കുകയും ചെയ്യും. വർദ്ധിക്കുണ്ടായിരുന്നു അത് കണ്ടിവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളെ അനിയത്തി വന്ന് അവളെ അടിച്ചിട്ടുണ്ട് എന്നെ ചെയ്യും. അവരുടെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നത്. പക്ഷേ എൻ്റെ മോൾ ആള് ശരിയല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വയസ്സിൽ ഈ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോയിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോവുക എന്ന് പറയുന്ന കേസുകളൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ അപൂർവങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കേസുകളാണ്. ഇപ്പൊ ഇത് ട്രെൻഡിങ് പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ വിചാരം ഇത് ട്രെൻഡിങ് ആണെന്ന ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഞാനിത് പറയാൻ കാരണം അഭിരാമി എന്ന് പേരുള്ള കൊടും ക്രൂരമായ ഒരു സ്ത്രീയുടെ കഥയാണ്. അഭിരാമി അനൂപ് ഇവരുടെ വിവാഹം 8 വർഷങ്ങൾക്ക് മുമ്പ് നടന്നാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു പെൺകുട്ടി പിറന്നു. പെൺകുട്ടിക്ക് 3 വയസ്സായപ്പോൾ ഈ അഭിരാമി സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് മറ്റൊരുത്തിന്റെ കൂടെ പോയി. അങ്ങനെ പോയതിനു ശേഷം കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സ്വന്തം ഭർത്താവിനെ വിളിച്ചു, ചേട്ടാ എനിക്ക് തെറ്റുപറ്റി, എന്നെ സ്വീകരിക്കണം, അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞപ്പോ ആ വഞ്ചിച്ചു പോയ ഭാര്യയുടെ ഫോൺ കോൾ വന്നപ്പോൾ ആ പാവം ഭർത്താവ് അനൂപ് അത് വിശ്വസിച്ചു. കാരണം എൻ്റെ ഭാര്യയ്ക്ക് തെറ്റുപറ്റിയതാവാം. ആ വിശ്വാസത്തിന്റെ മേലിൽ ഭാര്യയെ തിരിച്ചു വിളിച്ചു. ഇവരുടെ ജീവിതം പിന്നെയും അങ്ങനെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയി. അങ്ങനെ മകൾക്ക് 7 വയസ്സായി. 7 വയസ്സായതിനു ശേഷം ഒരു ദിവസം ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. എല്ലാ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാവുന്ന പോലെ തന്നെ ഇവർ തമ്മിൽ ചെറിയ വിഷയങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇവള് പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അമ്മാവന്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി. പക്ഷെ അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ വേറെ ആള് കൂടെ ഒളിച്ചോടിപ്പോയി. ഈ അഭിരാമി രണ്ടാമത് ഒളിച്ചോടിപ്പോയത് 24 വയസ്സുള്ള അജയ് എന്ന് പറയുന്ന വ്യക്തിയോട് കൂടിയാണ്. അങ്ങനെ അവർ ഒളിച്ചോടിപ്പോയി 1 വർഷം തികയുന്നു. അങ്ങനെ മകൾക്ക് 8 വയസ്സായി. ഒരു ദിവസം ഈ അഭിരാമിയും അജയും ഒരു വാഹനം കൊണ്ട് ഈ അനൂപിന്റെ ഇവരുടെ മുറ്റത്തേക്ക് വന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അങ്ങനെ ഇത് അനൂപ് കാണുന്നു. ചാടി വയലിൽ കയറി പിടിക്കുന്നു. ഒരു ഡോറിൽ പിടുത്തം കിട്ടി. അങ്ങനെ ഈ അനൂപിനെ കൊണ്ട് 2.5 കിലോമീറ്റർ ഇവര് പോയി. അങ്ങനെ അനൂപിന്റെ കൂട്ടുകാർ ഇത് കാണുന്നു. അങ്ങനെ ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. പക്ഷെ അവിടെ പോലീസ് പറഞ്ഞ കാര്യം, ഇത് നമ്മൾ കേസെടുക്കാൻ പറ്റില്ല, അവളെ അമ്മയല്ലേ തട്ടിക്കൊണ്ടുപോയത്. എന്താണ് പിന്നെ ഇതിനൊക്കെ പറയാ? ഇതൊരു അച്ഛനാ കൊണ്ടുപോയെങ്കിൽ എന്തായിരിക്കും കേസ്? വേറെ രീതിയിലായിരിക്കും കേസ് വരിക. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അഭിരാമിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ അനൂപിനെ ഏൽപ്പിക്കുന്നു. അവരങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. അഭിരാമിയുടെ വഴിക്ക് പോയി, അനൂപിന്റെ വഴിക്ക് പോയി. 20 ദിവസം കഴിഞ്ഞിട്ടാണ് രസകരമായ സംഭവം. ഈ അഭിരാമി വിളിക്കാണ്, ചേട്ടാ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നെ സ്വീകരിക്കണം, എനിക്ക് പോകാനൊരു വഴിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അനൂപ് പിന്നെയും തിരിച്ചു വിളിച്ചു. ഈ പറയുന്ന നമ്മളാണെങ്കിൽ തിരിച്ചു വിളിക്കാൻ പാടുണ്ടോ? 2 പ്രാവശ്യം വഞ്ചിച്ചിട്ട് പോയിട്ടും പിന്നെയും തിരിച്ചു ഒന്ന് പറഞ്ഞപ്പോ അയാൾ തിരിച്ചു വിളിച്ചു. ഈ അഭിരാമി രണ്ടാമത് വിളിച്ചപ്പോ അനൂപ് സ്വീകരിക്കാൻ കാരണം ഒരു മകളുള്ളതല്ലേ, ഇനി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അത് 3-4 ദിവസങ്ങൾ മാത്രം. അതിനുശേഷം അഭിരാമി മകളെയും കൊണ്ട് സ്ഥലം വിട്ടു. ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. അനൂപ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. നമ്മൾക്ക് എന്തായാലും അനൂപിന്റെ അമ്മയുടെ വാക്കുകൾ എന്താണ് പറയുന്നതെന്ന് കേട്ടോക്കാം. ഞാൻ എന്റെ മോളെ വളർത്ത്, അവള് കൊച്ചിനെ നോക്കത്തില്ല. അവളെ എല്ലാ കാര്യം ഞാനാണ് നോക്കുന്നത്. ഞാൻ സ്കൂളിൽ വിടുന്നതല്ല. ഞങ്ങളുടെ മോളെ കിട്ടില്ല, ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല. എന്റെ മോളെ ഞങ്ങൾക്കല്ല. എന്റെ ഒരു മരിച്ചുപോയ പോക്ക് വരം കിട്ടിയത് എന്റെ കുഞ്ഞിനെ എനിക്ക്. അത് അവൾക്കും അറിയാം. ഞാൻ കൂടുതൽ കൊച്ചിനെ സ്നേഹിക്കുന്ന അവർക്ക് ഇഷ്ടം. അവളെ എന്നെ കൈ വയ്ക്കുകയും ചെയ്യും. വർദ്ധിക്കുണ്ടായിരുന്നു. വർദ്ധിക്കുമായിരുന്നു. അത് കണ്ടിവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളെ അനിയത്തി വന്ന് അവളെ അടിച്ചിട്ടുണ്ട് എന്നെ ചെയ്യുന്നതാണ്. അവളെ ആൾക്കാർ ആരും വരും ഇവിടെ സഹകരിക്കത്തില്ല. ഉള്ള സ്വഭാവം കൊണ്ട് അനാവശ്യമായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് പറയാൻ. പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഭാര്യയായി പോയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. അവൾ അത്രയും അനാവശ്യമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതായത് ആരെ കണ്ടാലും അവളുടെ ഒരു 10 ചെറുപ്പക്കാർ കൂടിയിരിക്കുന്നിടത്ത് അവൾ ചിലപ്പോൾ നമ്മൾ പോകാൻ മടിക്കും. പക്ഷെ അവൾ അവരുടെ ഇടയിൽ കയറി വരവേയും നമ്മളതൊന്നും കണക്കൂട്ടില്ല. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ നമ്മളത് കളഞ്ഞിട്ടേ ഉള്ളൂ സാറേ. പക്ഷേ അവൾ അതിക്രൂരമായ ഒരു ക്രിമിനലാണ്, അത്രേ പറയാൻ പറ്റും. ഇവള് ശരിക്കും പറഞ്ഞാൽ ക്രിമിനലല്ല, കൊടും ക്രിമിനലാണ്. കാരണം ഈ അമ്മയുടെ വാക്കുകൾ കേട്ടില്ലേ? ഈ അഭിരാമി എന്ന് പറയുന്ന സ്ത്രീ ഈ കുട്ടിയെ പ്രസവിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഈ അനൂപിന്റെ അമ്മയാണ്. അവർ വല്ലാത്ത സങ്കടത്തിലാണ്. കാരണം ഈ അഭിരാമി ആ കുട്ടീനെ വല്ലാതെ അടിക്കും, ഉപദ്രവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കൂടെ ഉള്ളത് അജയ് എന്ന് പറയുന്ന ഒരു 24 വയസ്സുള്ളൊരു വ്യക്തിയാണ്. അയാളെന്നെ ഇനി എന്തൊക്കെ മകളെ ചെയ്യോ എന്നുള്ള ഭയത്തിലാണ് ഇവരിപ്പം ജീവിച്ചു പോകുന്നത്. എന്തിനേറെ ഈ അഭിരാമിയുടെ സ്വന്തം പ്രസവിച്ച അമ്മ തന്നെ പറയുന്ന വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഈ അഭിരാമി എത്രത്തോളം ക്രിമിനലാണ് എന്ന്. ഞാൻ അഭിരാമിയുടെ അമ്മയാണ്. ഞാൻ ഇപ്പോൾ കുവൈറ്റിലാണ് നിൽക്കുന്നത്.
ഇതെനക്ക് എൻ്റെ കുഞ്ഞു മോളെ അവൾ കൊണ്ടുപോയേക്കുക. കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ പ്രസവിച്ച അന്ന് മുതൽ പിന്നെ എൻ്റെ മരുമോൻ്റെ അമ്മ, മരുമോനെന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ മോനവൻ, അവൻ്റെ അമ്മയും അവനുമാണ് നോക്കുന്നത്. അവളെ കുഞ്ഞിനെ നോക്കിയിട്ടേ ഇല്ല. പിന്നെ അവരുടെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നത്. പക്ഷേ എൻ്റെ മോൾ ശരിയല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വയസ്സിൽ ഈ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോയിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിന്നെ അവൻ വീണ്ടും വിളിച്ചുകൊണ്ട് വന്ന് കേസായതാ അതൊക്കെ. ഈ കുഞ്ഞിനെ നോക്കത്തില്ല അവൾ. ഒരു ഇന്ന് വരെ അവൾ നല്ലപോലെ ആ കുഞ്ഞിനെ നോക്കിയിട്ടില്ല. ഒന്നുമില്ലേലും ഒരു പെൺകുഞ്ഞ് അതിൻ്റെ അമ്മമ്മ തള്ള ഇത്രയും നാൾ വളർത്തിയത്. ഞാൻ ജീവിക്കുന്നതും ആ കുഞ്ഞിന് വേണ്ടിയാണ്. ഇപ്പോഴും ഇവിടെ കിടക്കുന്ന ആ കൊച്ചിന് വേണ്ടി മാത്രമാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ മാത്രം കിട്ടിയാൽ മതി. അവളെവിടെയോ പോട്ടെ, ഞങ്ങൾക്ക് വേണ്ട, എനിക്ക് ഒട്ടും വേണ്ട. ഈ അമ്മയുടെ വാക്കുകൾ കേട്ടില്ലേ? ഈ ലോകത്ത് ഏതൊരു മാതാപിതാക്കളും മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും തള്ളിപ്പറയില്ല. കുറച്ച് കാര്യങ്ങളും വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ നെഞ്ചോട് ചേർത്ത് വെക്കും മക്കളെ, ഏതൊരു മാതാപിതാക്കളും. പക്ഷെ ഇവിടെ സ്വന്തം മകളെ തള്ളിപ്പറയാണ് സ്വന്തം പ്രസവിച്ച അമ്മ. ഈ അമ്മ ഇങ്ങനെ പറയണമെങ്കിൽ ആ മകള് എത്രമാത്രം എന്താ പറയാ, ക്രൂരമായ ഒരു സ്ത്രീയാണ് അവര്. ഈ അമ്മ ഇങ്ങനെ പറയണം, അതിനപ്പുറം നമ്മൾ എന്ത് പറയാനാണ്? എന്തായാലും മകളെ പെട്ടെന്ന് അനൂപിനെ അവർക്ക് തിരിച്ചു കിട്ടട്ടെ എവിടെയായാലും. ഈ അനൂപിന് എന്താണ് പറയാനുള്ളതെന്ന് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. മോൾ എവിടാന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മോൾ എവിടെ ഉണ്ടെങ്കിലും എന്നെ ഒന്ന് അറിയിക്കാൻ എനിക്ക് വളരെ സഹായമായിരിക്കും. കാരണം വേറെ കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ അറിയിച്ചാലും മതി സാറേ. കാരണം എൻ്റെ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് ഒരു സ്റ്റേഷൻ മുഖേന ഒന്ന് അറിയിച്ചാലും മതി. കാരണം കുഞ്ഞ് അവളെ കൂടെ അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ അത്രയും ശരിയില്ല. അവനൊരു ചെറുപ്പക്കാരൻ പോയി, ഒരു 24 വയസ്സുള്ള ഫോണിനകത്ത് മെസ്സേജുകൾ ഇടുന്നത്, വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ ജീവനോടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, സ്കൂളിൽ ഞങ്ങൾ കൊണ്ട് ചേർക്കും, ഞാൻ പപ്പാന്ന് വിളിപ്പിക്കും. ഞാനല്ലോ കുഞ്ഞും അവളും എവിടാന്ന് പോലും നമുക്കറിയാൻ പറ്റും. അവളെ കാര്യം ഓർക്കുന്നില്ല സാറേ. എൻ്റെ കുഞ്ഞ് എവിടാന്ന് എനിക്ക് അറിയാൻ പറ്റും. കാരണം എൻ്റെ കുഞ്ഞ് എനിക്ക് കുഞ്ഞില്ലാതെ ഉറങ്ങാൻ പോലും പറ്റത്തില്ല. രാത്രികാലങ്ങളിൽ ഉറക്കം പോലും ഇല്ല. കാരണം മോള് എന്നോട് ചേർന്നാണെന്ന് പറയുന്നത്. അമ്മയോട് കിടക്കാൻ പോയാലും ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറയാം, അമ്മ വേണ്ട, മോളില്ല, ഞാൻ ഉറങ്ങത്തില്ല, മോളെ എൻ്റെ കൂടെ കിടത്തിയാണ് സാറേ. കാരണം ഇത്രയും സ്വന്തം തന്തമാർ വരെ കുഞ്ഞുങ്ങളുടെ അതിക്രൂരമായ പ്രവൃത്തികൾ ഈ സമയത്ത് ഈ 24 വയസ്സുള്ളവൻ എൻ്റെ കുഞ്ഞിനോട് എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് അറിയാൻ പറ്റും സാറേ. കാരണം അവനൊരു കഞ്ചാവിനും MDMA അവനെ കാണുമ്പോൾ തന്നെ അറിയാം സാറേ, പക്കാ ഫ്രോഡ്. അവൻ്റെ കൂടാണ് ഇപ്പോൾ ഇവിടെ പോയേക്കുന്നത്. ഈ കുഞ്ഞിനെ നാളെ ഒരു സമയത്ത് അവൻ എന്തെങ്കിലും ചെയ്താൽ പോലും അവൾ കണ്ണടച്ചു കൊടുക്കും. അത്രയും ക്രൂരത അവൾ കാണിച്ചേക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, അവളെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ അവളൊരു ക്രൂരയായ സ്ത്രീയാണോ അല്ലയോ എന്ന്. അപ്പോൾ ഇവൻ്റെ കൂടെ ഒരിക്കലും എൻ്റെ മോള് നിൽക്കാൻ പറ്റത്തില്ല സാറേ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ മോളെ ഭാവിയിൽ അത് നാളെ ഭയങ്കരമായ ദോഷം വരും. കാരണം ഞാൻ നാളെ ഒരു സമയത്ത് ഇതിലും വലുതായിട്ട് കരയേണ്ടി വരും. ഞാനിപ്പോൾ എൻ്റെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഘട്ടം വരെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും കാരണവശാൽ അഭിരാമി തിരികെ വന്നാൽ സ്വീകരിക്കേണ്ടതാണോ? എന്തായാലും നല്ല ചോദ്യം. ഇനിയും അഭിരാമി വിളിച്ച സ്വീകരിക്കുമെന്ന്. 2 പ്രാവശ്യം വഞ്ചിച്ചു പോയിട്ട് തിരിച്ചു വിളിച്ചു, പിന്നെയും പോയി, എന്നിട്ട് ഇനിയും വിളിക്കാനോ? ഇനി വിളിച്ചാൽ ഇപ്പം നാട്ടുകാരടി ആർക്ക് കൊള്ളും? ഈ അനൂപിന് കൊള്ളും. ഈ സ്ത്രീയാണോ തിരിച്ചു വിളിക്കേണ്ടത്? എന്തായാലും ആ കുട്ടി എങ്ങനെയെങ്കിലും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ. അതിന്റെ പ്രാർത്ഥനയിലാണ് എല്ലാവരും. ആ കുട്ടി അവരുടെ അടുത്ത് നിന്നും തിരിച്ചു കിട്ടുക.